അപ്പൊ വീണ്ടും ഞാൻ ഒന്നുകൂടി തുടങ്ങാം. ഈ ഒരു പ്രഭാതത്തില് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറയാണ്, നിങ്ങളൊരു മടിയനാണ് അല്ലെങ്കിൽ നീ ഒരു മടിച്ചിയാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് നെഞ്ചിൽ കൈ വെച്ചിട്ട് പറയാൻ പറ്റും ഞാൻ മടിയനല്ല അല്ലെങ്കിൽ ഞാൻ മടിച്ചല്ല? അത് എത്ര പേർക്ക് പറയാൻ പറ്റും? ആത്മാർത്ഥമായിട്ട് പറയണ കേട്ടോ. എന്നോട് പറയണ്ട, നിങ്ങൾ സ്വയം പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾ സ്വന്തം പറഞ്ഞാൽ മതി, എന്നോട് പറയൊന്നും വേണ്ട. ഓക്കെ, റൈറ്റ്. അപ്പൊ ദാറ്റ്സ് ദ റീസൺ. അതാണ് ഞാൻ ഈ ടോപ്പിക് സെലക്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാരണം. ഇനി എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിരിക്കാം എല്ലാവരും. ജസ്റ്റ് ക്യാൻ സ്മൈൽ ഫോർ മീ. ഒന്ന് ഒരു ചെറിയ ചിരി മതി. അങ്ങനെ നിങ്ങൾ പിന്നെ ഭയങ്കരമായിട്ട് അട്ടാസിക്കൊന്നും വേണ്ട, ചെറിയ ചിരി. അത് നിങ്ങളുടെ മനസ്സിൽ ചിരിച്ചാൽ മതി. നിങ്ങളെ ഹൃദയത്തിലുണ്ടല്ലോ, ഹൃദയമുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു മുഞ്ചുള്ള ഹൃദയം ഉണ്ട് ഇവിടെ എല്ലാവർക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ സോ പ്ലീസ് സ്മൈൽ ഇൻ യുവർ ഹേർട്ട്. നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് ചിരിക്കുക. ഓക്കെ, ഒന്ന് ചിരിക്കുക. ഓക്കെ, താങ്ക് യു. പിന്നെ എനിക്കിതിൽ കാണുന്ന ശബ്ദനെ കാണുന്നുണ്ട്, ചന്ദ്രികാവിനെ കാണുന്നുണ്ട്, സംഗീതം കാര്യമായിട്ട് എഴുതുന്നുണ്ട്. എഴുതാൻ മാത്രമൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി മടിയന്മാരാണല്ലോ. നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതണം എന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ മടിയെ പറ്റിയിട്ട് ഇവിടെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ 1ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ എന്ന് മുതൽ നമ്മൾ ജനിച്ച അന്ന് മുതൽ തുടങ്ങി കഴിയുമ്പോൾ മടി നടന്നിട്ടുണ്ട്. സ്കൂളിൽ പോകാൻ മടി, വണ്ടി ഓടിക്കാൻ മടി, വീട്ടിൽ നടക്കാൻ മടി, ഓടാൻ മടി, രാവിലെ വ്യായാമം ചെയ്യാൻ മടി. എനിക്ക് വയ്യ നിങ്ങൾ വിചാരിക്കും ഈ ചെന്നൈ രാവിലെ തന്നെ വന്നിട്ട് നെഗറ്റീവ് ആണല്ലോ പറയുന്നത്. ഇറ്റ്സ് നെഗറ്റീവ് അല്ല, ഇതൊരു റിയാലിറ്റിയാണ്. ചില സത്യങ്ങൾ നമുക്ക് കേൾക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമായതുകൊണ്ടാണ്. Am I right? Am I right? Yes or no? If it is yes, please type yes. Just എന്ത് ചെയ്യാ, ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് അത് യെസ് ആണെങ്കിൽ യെസ് അടിക്കുക, നോ ആണെങ്കിൽ നോ അടിക്കുക. ഓക്കെ, റൈറ്റ്. അതിന് ചെറിയ മടിയുണ്ടെന്ന് എനിക്കറിയാം. കുറെ പേരിന്റെ ഇവിടെ വീഡിയോ ഒക്കെ ഓഫ് ആക്കിയിട്ട് ഞാൻ പറയണ്ടല്ലോ, കിടന്ന് തലയിലൊക്കെ വെച്ച് തലയിലൊക്കെ ചാരി ചാരിയാൻ ശരിയാണ്ടി അതിലൊക്കെ ഒന്ന് ചാരി ഇരുന്ന് ക്ലാസ് വെക്കുന്ന കുറെ മിടുക്കന്മാരുണ്ട് ഇവിടെ. ഐ നോ ഇറ്റ്. എനിക്കറിയാം. ഇനി അല്ലാന്ന് പറയട്ടെ, ആരൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടോ ഇരിക്കാത്തതെന്നൊക്കെ പറയട്ടെ. ഓക്കെ, റൈറ്റ്, നോ പ്രോബ്ലം. ഞാൻ എല്ലാവരും വീഡിയോ ഓണാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഓൺ യുവർ ക്യാമറ ആൻഡ് ലുക്ക് ഇൻ ടു യുവർ ഐസ്. നോട്ട് മീ, ലുക്ക് ഇൻ ടു യുവർ ഐസ്. രാവിലെ തന്നെ നിങ്ങളത്ര സുന്ദര മുഖം അല്ലെങ്കിൽ നിങ്ങളത്ര സൗന്ദര്യമുള്ള ഒരാൾ വേറെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുക, നിങ്ങളുടെ മുഖത്തിലേക്ക് ഒന്ന് നോക്കുക. ഓക്കെ, അതിനേക്കാളും വലിയൊരു എനർജി ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടാനില്ല. അപ്പൊ വീണ്ടും നമുക്ക് മടിയിലേക്ക് വരാം. എന്താണ് മടി? മടിയെ പറ്റി അറിയാത്ത ആരുമില്ല. സോ മടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ചെയ്യണ്ട അല്ലെങ്കിൽ അത് വേണ്ട, അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ നമ്മൾ ഉള്ളിലേക്ക് വലിക്കുന്ന ഒരു തരം അവസ്ഥയാണ്, ഒരു സ്റ്റേജാണ് ഈ മടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് പിന്നെ ഇനിയിപ്പോ പെട്ടെന്നൊരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങി, അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും, ഇനിയിപ്പോ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫയലുകൾ എഴുതാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യാം, അപ്പൊ നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിക്കും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇപ്പൊ വേണ്ട. ദാറ്റ്സ് കോൾഡ് ലേസിനെസ്. അതാണ് മടി എന്ന് പറയുന്നത്. ഇനി ഇതിന് 1-2 റീസൺസ് ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. ഇതിന്റെ കുറവാണ്, ഇതിന്റെ ഡിസഫിഷ്യൻസി ആണ് നമുക്ക് ഈ ഇത് എന്ന് പറയുന്നത്, മീൻസ് ലേസിനെസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ തൈറോക്സിൻ ഹോർമോണിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, മടി ഉണ്ടാവുന്നത്. ഇവിടെ കണ്ടന്റ് ആയിട്ടൊന്നും കിട്ടണമെന്നില്ല. ലുക്ക് അറ്റ് മീ, ലിസൺ മീ ആൻഡ് ക്യാച്ച് മീ. നിങ്ങൾക്ക് അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. യു ക്യാൻ. ഓക്കെ, പ്ലീസ് ടെൽ മീ ഐ ക്യാൻ. സ്വന്തം ഒന്ന് പറയൂ, ഐ ക്യാൻ. പ്ലീസ് സ്വന്തം പറഞ്ഞാൽ മതി കേട്ടോ, പുറത്തേക്ക് പറയണ്ട. കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് ബാക്കിയുള്ളവർ ഉറങ്ങണ്ട, ഓരോന്നും ഉണർത്തണ്ട, സ്വന്തം പറഞ്ഞാൽ മതി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിനും അതുപോലെ തന്നെ എന്നോടും കൂടിയാണ്. ഇറ്റ്സ് ഓൾ, ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ് കേട്ടോ. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും മീ ഓൾസോ ലൈക്ക് യു. എന്നെ കൂടി കണക്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പം തൈറോക്സിന്റെ ഹോർമോണിന്റെ കുറവാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്, മടി ഉണ്ടാക്കുന്നത്. ഇൻസുലിന്റെ കുറവും അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അതായത് നമ്മുടെ ഫുഡിലെ കാർബോഹൈഡ്രേറ്റ് അത് എനർജി ആക്കി മാറ്റി ഇൻസുലിൻ ആക്കി മാറ്റുമ്പോൾ ആ ഇൻസുലിന്റെ കുറവ്, അതും ആ ഗ്ലൂക്കോസിന്റെ കുറവും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മടി എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉറങ്ങാൻ തോന്നും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് സ്വാഭാവികമാണ്. അപ്പൊ അതുപോലെ തന്നെ കുറച്ച് ആളുകളെ ഞാൻ ഇതിൽ മടി കൂടുതൽ ഉണ്ടാക്കുന്ന കുറച്ച് ആളുകളെ ഞാൻ പറയാം. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ ജങ്ക് ഫുഡ് അടിക്കുന്ന ആൾക്കാർ. നമ്മുടെ ബർഗർ,
ഷവർമ, അൽഫാം, ഇതൊക്കെ കണ്ടിന്യൂസ് കഴിക്കുന്ന പലരും ഉണ്ട് കേട്ടോ അതില്. ഞാൻ ആളെ പേരുകൾ എടുത്ത് പറയുന്നില്ല. ധനേശ്വരൊക്കെ ഇങ്ങനെ ഉണ്ടക്കണം കൂടെ നോക്കുന്നുണ്ട്. അപ്പൊ ധനേശ്വര അല്ല കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അവര് പിന്നെ അതുപോലെ കോള കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന ആളുകൾ, ഈ സ്പ്രൈറ്റ് പോലെയുള്ള സാധനങ്ങൾ കുടിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഈ ഒരു ലേസിനെസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വയറിന് ഈ ഗ്യാസ് ട്രബിളിന്റെ പ്രോബ്ലം സ്ഥിരമായിട്ടുള്ള ആളുകൾ, അവരും പൊതുവെ കുറച്ച് മടിയന്മാരായി. പിന്നെ അതുപോലെ തന്നെ വേറെ കുറച്ച് ആളുകളുണ്ട് സുഖലോലുപതയിൽ ജീവിക്കുന്ന ആൾ, കംഫോർട്ട് സോണിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്താ രാവിലെ ഇങ്ങനെ പുറത്തിന്റെ അടിയിൽ ഇങ്ങനെ ഇനിയിപ്പം അവിടെ കിടന്നൊക്കെ എന്ത് വീണാച്ച് എന്ത് ക്ലാസ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇതെന്താ ഇത് എന്നും ഇങ്ങനെ വളവളാന്ന് പറയും. നമുക്ക് എന്ത് ചെയ്തിട്ടുള്ള കാര്യം, നമുക്ക് സേഫ് ആണ് ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങാം. ഓ, ഇറ്റ്സ് എ ഫീൽ. അപ്പൊ അങ്ങനെ ആ സുഖലോലുപതയിൽ ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതിങ്ങനെ ആ രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു ഗ്രാഫ് പോലെ നീളത്തിൽ, വലിയ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ദാറ്റ്സ് കോൾഡ് ലേസിനെസ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും പിന്നെ ഈ ലേസിനെസ് ഉണ്ടാവും. ഇനി കുറച്ച് സംഗതികൾ ഞാൻ പറയാം, അതായത് എങ്ങനെ നമുക്ക് ഇതിനെ ഓവർടേക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഈ സുഖലോലുപതയെ ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ മാറ്റാം. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മടി വരുന്ന ചില സംഗതികളുണ്ട്. നമുക്ക് പിന്നെ നമ്മുടെ കൂട്ടുകാർ ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ആ സാഹചര്യം, ആ കൂട്ടുകാരുമായിട്ടുള്ള കൂട്ടുകെട്ട് മാറ്റും. അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു ചെയറിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കിടക്കുന്ന ഒരു സ്ഥലമാണ്, ആ സമയത്താണ് നമുക്ക് ഈ ലേസിനെസ് വരുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ ഒന്ന് മാറ്റും. ആ സിറ്റുവേഷൻ ഒന്ന് ഡയവേറ്റ്, ആ സാഹചര്യം, നമ്മൾക്ക് ആ അറ്റ്മോസ്ഫിയർ അതൊന്ന് ചേഞ്ച് ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മടി മുങ്ങും. ഇനി കെയ്സൺ, ഐ മീൻ ഞാനൊരു ജപ്പാനീസ് കമ്പനിയിൽ വർക്ക് ചെയ്ത് എനിക്ക് ഈ ജപ്പാനികളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്പാനികളെ കണ്ടിട്ടുണ്ടെങ്കിൽ യെസ് ഓർ നോ, ടിവിയിലോ പിന്നെ ന്യൂസിലോ പത്രത്തിലോ എവിടെയെങ്കിലും. കാരണം എല്ലാവരും ഇങ്ങനെ ചുറുക്കോട്ട് കൂടിയിട്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മുടെ കോവർക്കേഴ്സ് ഒക്കെ ജപ്പാനീസ് ആണ്. അപ്പൊ ഇവർക്ക് രണ്ട് കാര്യത്തിലാണ് ഞാൻ ഇവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കേസ്. ഒന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഫുൾ ടൈം ഹാപ്പി ആയിരിക്കും. ഇവരുടെ മുഖം ഭയങ്കര പ്ലസന്റ് ആയിരിക്കും. നമ്മളൊക്കെ മുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെയൊക്കെ മുഖം നോക്കിയെങ്കിൽ എത്ര ഒരു അവസ്ഥ നോക്കുക, ശോകം. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം എത്ര വർക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും, എത്ര നട്ടുച്ചയാണെങ്കിലും, എത്ര വെയിലാണെങ്കിലും, എത്ര ചൂടാണെങ്കിലും ദേ വിൽ ബി ഹാപ്പി. അവരുടെ അത്രയും പ്ലസന്റ് ആയിരിക്കും. ദാറ്റ്സ് വൈ ഐ റെസ്പെക്ട് ദം ആൻഡ് ഐ ലൈക്ക് ടു വർക്ക് വിത്ത് ദം. അപ്പൊ അവരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ എപ്പോഴും ഇഷ്ടമാണ്. അപ്പൊ ജപ്പാനീസ് എന്ന് പറയുന്ന ആ ഒരു ടീമിന് കുറച്ച് നിങ്ങൾക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഏറ്റവും കൂടുതൽ തകർന്നടിഞ്ഞ ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ആളുകൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. എന്നാലും ഇന്ന് നമ്മൾ കാണുന്നത് ടെക്നിക്കൽ ആയിട്ടാണെങ്കിലും ശരി, ഏത് കാര്യത്തിലാണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അവര് ഈ ഒരു അവസ്ഥയെ, എല്ലാം തകർന്നടിഞ്ഞ അവസ്ഥയെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം അവിടെ യൂസ് ചെയ്യും. ദാറ്റ്സ് കോൾഡ് കൈസൻ മെത്തേഡ് എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഒരു ചേഞ്ച്, അത് മാറ്റം, നമ്മൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നൊരു മാറ്റം, ആ മാറ്റം നമ്മൾ ഹാപ്പി ആയിട്ട് വളരെ നന്നായിട്ട് ജ്ഞാനത്തോടു കൂടി നമ്മുടെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഞാൻ ഇതിന്റെ ഒന്നും ഡെപ്തിലേക്ക് പോകുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അപ്പൊ ഇതിന്റെ ഇൻഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് എക്സ്ക്യൂസ് മീ റജി സർ, രീതിയിലേക്ക് റജി സർ, സോറി ഫോർ ദ ഇന്റർപ്രിട്ടേഷൻ. സാറിന്റെ വോയിസ് ഇടക്കിടക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, വലിയ പ്രോബ്ലം ഒന്നുമില്ല, ചെറുതായിട്ട്. ഇപ്പോ എനിക്ക് തോന്നുന്ന വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒന്നും കൂടെ റെഡി ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ വീഡിയോ നെറ്റ്വർക്ക് ഇഷ്യൂ ആവാം. മേ ബി വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാം. വീഡിയോ ഓഫ് ചെയ്യുന്ന ഒരു സങ്കടമാണ്, എനിക്ക് തോന്നുന്നു അതായിരിക്കും ഉണ്ടാവുന്നത് എന്നാണ് തോന്നുന്നു. ഓക്കെ, വോയിസ് ബാക്കിയുള്ള ആളുകൾക്ക് ബ്രേക്ക് ആവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. Now may I continue? ഇപ്പൊ റെഡിയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, റൈറ്റ്. അപ്പൊ എല്ലാവരും ഒന്ന് ഉറക്കത്തിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടോ? ഓക്കെ, പ്ലീസ് ലുക്ക് അറ്റ് മീ. എല്ലാവരും ഒന്ന് എന്നെ നോക്ക്, പ്ലീസ്. ജസ്റ്റ് ടേക്ക് എ ബ്രീത്ത്. കണ്ണ് നടക്കണ്ട, കണ്ണ് തുറന്നിട്ട് തന്നെ ഒരു ബ്രീത്ത് എടുക്കുക, ഒരു ഡീപ് ബ്രീത്ത്. പ്ലീസ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ,
breathe out, breathe in. Apo, okay, are you okay? Ready? If yes, please type yes. If you're okay, please type yes. Can you please? Okay, right. എനിക്ക് ഇവിടുന്ന് അബ്ദുറഹ്മാൻ സാറെ കാണുന്നുണ്ട്, സൈഫ് സാറെ കാണുന്നുണ്ട്, ലളിത മാഡത്തിനെ കാണുന്നുണ്ട്, മുജീബ് സാറെ കാണുന്നുണ്ട്, സംഗീത മാമിനെ കാണുന്നുണ്ട്, റസാസ് സാറെ കാണുന്നുണ്ട്. ഓക്കെ റൈറ്റ്. ആൻഡ് ഷീല മോഹൻ മാമിനെ കാണുന്നുണ്ട്. ഓക്കെ റൈറ്റ്. താങ്ക് യു. വീഡിയോ ഓൺ ആക്കിയിരുന്ന എല്ലാവർക്കും എന്റെ നന്ദി. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഇത്ര രേഖപ്പെടുത്താണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചിരിക്കണ മോഹം കണ്ടാലേ, നിങ്ങളൊക്കെ ഒരു സുന്ദരമായ മോഹം കണ്ടാലേ എനിക്കൊരു ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. പക്ഷെ ഞാനും മടിയനായി പോകും. കാരണം എന്താ വെച്ചാൽ എല്ലാവരും വീഡിയോ ഓഫ് ആകും. അപ്പൊ എനിക്കും വീഡിയോ ഓഫ് ആക്കാൻ തോന്നും. റൈറ്റ്? അങ്ങനല്ലേ? നമ്മള് ഒരു കാര്യം ഒരു ആൾക്കൂട്ടത്തില് പിന്നെ എല്ലാവരും ചെയ്യുന്നത് എന്താ അത് ഫോളോ ചെയ്യാൻ നമുക്കും ഇന്റേണലി ഒരു ടെൻഡൻസി ഉണ്ട്. അത് മടിയന്മാരുടെ ലക്ഷണം കേട്ടോ. അത് നമുക്ക് എല്ലാവർക്കും കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് തോന്നും. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ കൈസൻ എന്ന് പറയുന്നത് ടൊയോട്ട കമ്പനിയാണ് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇപ്പൊ ഉള്ള സിറ്റുവേഷനെ ചേഞ്ച് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് കെയ്സൻ എന്ന് പറയുന്നത്. ആ കെയ്സൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഇതുവരെ, അല്ലെങ്കിൽ ഇത്രത്തോളം കാര്യം പിന്നെ എത്തുന്നത്. മീൻസ് ഈ ഒരു ലെവലിലേക്ക് അവരെപ്പോഴും വ്യായാമം, എക്സസൈസ് എന്ന് പറയുന്ന അവരുടെ ഒരു ജീവിത ശൈലിയാണ്. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ രാവിലെ വർക്കിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ എന്താ ചെയ്യാ, നമ്മൾ പ്രാർത്ഥന അല്ലെ, നമ്മൾ കണ്ണടച്ച്, നമ്മൾ ഏത് കമ്പനിയിലാണെങ്കിലും ഒരു 2 മിനിറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക. സ്കൂളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവർ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എക്സസൈസ് ചെയ്യാം. 5 മിനിറ്റ്, ഓൺലി 5 മിനിറ്റ്സ്. ദർ വിൽ ബി മസാജ് ഓൾസോ. ചെറിയ പിന്നെ എന്ത് ചെയ്യാം, ചെറിയ എക്സസൈസ്. അത് കൈകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും അത് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയാണ്, നമ്മുടെ മാനസികമായിട്ടുള്ള നമുക്ക് പിന്നെ വെറുതെ ഇരിക്കാൻ തോന്നില്ല. നമ്മൾ എന്ത് ഡ്യൂട്ടിക്കാണോ വന്നത് ആ ഡ്യൂട്ടി നമ്മൾ ചെയ്യാനുള്ള രീതിയിലേക്കുള്ള ചെറിയ ടെക്നിക്സ്. അങ്ങനെ അതുകൊണ്ട് ഇത്രയും കാരണങ്ങളാണ് ഞാൻ ജപ്പാനീസ് കമ്പനിയെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ജപ്പാനിലെ ആളുകളെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ കൈസൻ ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെ പറ്റി എല്ലാവരും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ റൈറ്റ്. അടുത്തത് ഞാനൊരു 4 ടെക്നിക്സ് പറഞ്ഞു. മടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ടെക്നിക്ക്. നമുക്കിത് മടിയെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് തന്നെ ഓവർടേക്ക് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യണം, നല്ലൊരു രീതിയിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ മടീനെ നമ്മൾ ഒഴിവാക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് ചെറിയ ഒരു 4 ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇത് ഞാനടക്കം അല്ലെങ്കിൽ നിങ്ങളടക്കം എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് പിന്നെ വർക്കൗട്ട് ചെയ്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. നമ്മുടെ ഒരു ഷോർട്ട് ടൈം ഗോൾ എപ്പോഴും സെറ്റ് ചെയ്യാം. നമുക്കൊരു ചെറിയ ഗോള്, ചെറിയ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുക. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ 2ാമത്തെ നിലയിലാണ് നമ്മൾ താമസിക്കുന്നത് വീടിന്റെ. അപ്പൊ നമുക്ക് മുകളിലാണ് നമ്മുടെ കിച്ചൺ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു വലിയൊരു ചാക്ക് അരി താഴെ കൊണ്ടുവച്ചു. ഒരു 50 കിലോ അല്ലെങ്കിൽ 100 കിലോ ഉള്ള ഒരു അരിച്ചാക്ക് താഴെ കൊണ്ടുവച്ചു. നമുക്കത് എന്ത് ചെയ്യണം, മുകളിലേക്ക് എത്തിക്കണം. ഏത്, കഞ്ഞി കുടിക്കണമെങ്കിൽ അരി വേണമല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, 2ാമത്തെ നിലയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മൾ പ്ലാനിങ് ചെയ്യണം. അതായത് എങ്ങനെ ഇത് മുകളിലേക്ക് കൊണ്ടുപോകും. യു ഹാവ് ചോയ്സസ്, 2 ചോയ്സസ്. അത് ഒന്ന് നമുക്ക് സ്വന്തം കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മറ്റാളുകളെ വിളിച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്തിട്ട് അവരെയും കൊണ്ട് കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പ്രൈവസി ഒക്കെ ഉദ്ദേശിച്ചിട്ട് 2ാമത്തെ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ക്വിറ്റ് ചെയ്യാം. ഏത് ഓപ്ഷൻ നമ്മൾ ക്വിറ്റ് ചെയ്യുന്നത്? പ്ലീസ് ടൈപ്പ് മീ. ഏത് ഓപ്ഷനാണ് നമ്മൾ ക്വിറ്റ് ചെയ്യുന്നത്? 1ാമത്തെ 2ാമത്തെ? 1ാമത്തെയോ 2ാമത്തെ? ഓക്കെ, 2ാമത്തെ. ഓക്കെ റൈറ്റ്. പ്ലീസ് ടൈപ്പ്. 1ആണെങ്കിൽ 1, 2ആണെങ്കിൽ 2. അപ്പൊ 2ാമത്തെ ഓപ്ഷൻ നമ്മൾ ക്വിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എന്തായി, ഒരു ഡിസിഷനിലെത്തി. എന്ത് ചെയ്യാം, നമുക്ക് തന്നെ കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ശരീരം വെച്ചിട്ട് 50 കിലോ ഏറ്റുള്ള സ്ഥിതി പറയണോ, അവസ്ഥ പറയണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യാണ്. നമുക്കിത് കൊണ്ടുപോകാം. ഏത് രീതിയിൽ കൊണ്ടുപോകാം? ഇതിൽ കുറച്ച് അരി, അതായത് കുറച്ച് എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കൊട്ടയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും അരി എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകാം. താഴെ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ പ്ലാനിങ് അവിടെ കഴിഞ്ഞു. എന്താ നമ്മൾ തീരുമാനിച്ചത്? ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ. നമ്മൾ സ്വയം കുറച്ച് അരി എടുത്തിട്ട് എന്ത് ചെയ്യുക, മുകളിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇനി സെക്കൻഡ് വൺ എന്ത് ചെയ്യുക, ആക്ഷൻ. അത് ചെയ്യുക, ഡു ഇറ്റ്. അത് ചെയ്യുക. കാരണം പ്ലാനിങ് റെഡിയാണ്, പ്ലാനിങ് ഓൾറെഡി ഈ സൈഡിലുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മളൊരു കൊട്ടയൊക്കെ എടുത്ത് വന്ന് എന്ത് ചെയ്യുക, 1 by 1 ആയിട്ട് ഈ വലിയ ചാക്ക് പൊട്ടിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് അരി എന്ത് ചെയ്യുക, മുകളിലത്തെ നിലയ്ക്ക് കൊണ്ടുപോകാം. ഓക്കെ. 3ാമത്തെ കേസാണ് ചെക്കിങ്. എന്താണ് ചെക്ക് ചെയ്യുക? അതായത് ഈ അരി നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ഈ പിന്നെ പാത്രത്തിന് ഓട്ടയുണ്ടോ, അല്ലെങ്കിൽ ഈ അരി എത്ര എണ്ണം താഴെ പോയിരിക്കുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്തിട്ട് ആ പോയ സാധനങ്ങളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി അതും കൂടി, കാരണം നമ്മളെ മുതലാണല്ലോ, അരിയാണല്ലോ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം,
ഒരു കൊട്ടയിലേക്ക് ആക്കി, അല്ലെങ്കിൽ എത്ര പോയിട്ടുണ്ട്, എത്ര ചാക്കിന് ബാക്കിയുണ്ട്, നമ്മൾ അപ്ഡേഷൻ കൂടി ഇതിന്റെ ഒപ്പമാക്കി നമ്മൾ എന്ത് ചെയ്യാം, ഒരു ചെക്കിങ് നടത്തിയിട്ട് എന്ത് ചെയ്യാം, ഇതെല്ലാം ക്ലിയർ ആണ്, ക്ലീൻ ആണ്, ഇതെല്ലാം മുകളിൽ എത്തിയിട്ടുണ്ട് 100% ഉറപ്പിക്കുക. ഏത് ഈ ചാക്കിലെ സാധനം മുഴുവൻ എന്താക്കിയിട്ടുണ്ട്, മുകളിലത്തെ നിലയിൽ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുക. ഓക്കെ റൈറ്റ്. അത് റോമാൻ സാറ് കോട്ടുകാർ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടോ? പ്ലീസ് 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 വേക്കപ്പ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ മുകളിൽ എത്തി, അപ്പർ അപ്രിസിയേഷൻ കൊടുക്കുക. കൊള്ളാറോ, റജീദ് കൊള്ളാം, ഒരു ചാക്കാരി വേല എത്തിച്ചിട്ടുണ്ട്, ഗുഡ്. അപ്പൊ എന്ത് ചെയ്യാം, സ്വയം അപ്രിസിയേഷൻ കൊടുക്കുക. ഓക്കെ പ്രവീൺ സാർ, നമ്മൾ എന്ത് ചെയ്യാം, സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാം. നമ്മൾ ഇത്രയും വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, വേറെ ആരും ഒന്നും വരുമൊന്നും വേണ്ട, സൈഫ് സാർ ഒന്നും വന്ന് അപ്രീഷിയേറ്റ് ചെയ്യണ്ട, നമ്മൾ സ്വയം ഐ ക്യാൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് കൊടുക്കുന്ന അപ്രിസിയേഷൻ ആണ് ഏറ്റവും വലിയ അപ്രിസിയേഷൻ. അപ്പൊ എന്ത് ചെയ്യാം, 4 കാര്യങ്ങൾ: പ്ലാനിങ്, ആക്ഷൻ, ചെക്കിങ് ആൻഡ് അപ്രിസിയേഷൻ. ഇത് 4 ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ മടി ടപ്പ് 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 പമ്പ കിടക്കും. കാരണം പമ്പ എന്ന് പറഞ്ഞിട്ട് എവിടെയാ കിടക്കണേ, അത് കിടക്കും. അപ്പൊ മടി നമുക്ക് ഉണ്ടാവില്ല. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശീലിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശീലിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ്സ് കോൾഡ്, ഒരു കോട്ട് വരുന്നുണ്ട്. ഓക്കെ, 5 seconds റൂൾ. ഓക്കെ, 5 seconds റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുക, ഡിസിഷൻ എടുക്കുക, ഒരു കാര്യം ചിന്തിക്കുക, ഡു ഇറ്റ്, കൗണ്ട് 5 4 3 2 1, ഡു ഇറ്റ്, ഡു ഇറ്റ്. നമ്മളൊരു കാര്യം തീരുമാനിക്കുക, അത് ചെയ്യാം വിത്തിൻ 5 seconds. കൗണ്ട് 5 4 3 2 1, ഡു ഇറ്റ്. നമ്മളിപ്പം എന്റെ കയ്യിൽ ഒരു പേനയുണ്ട്. യെസ്, ഇസ് ഇറ്റ് പെൻ? യെസ്, ഞാനത് എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനത് ഈ കൈ കൊണ്ട് പിക്ക് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു, തീരുമാനം എടുത്തു. ഡു ഇറ്റ്, 5 4 3 2 1, ടേക്ക് ഇറ്റ്, ആക്ഷൻ ആക്ഷൻ, ഡു ഇറ്റ് ഡു ഇറ്റ് ഡു ഇറ്റ്. 5 സെക്കൻഡ് എണ്ണ, ഡു ഇറ്റ്. നമ്മൾ രാവിലെ എഴുന്നേക്കണം എന്ന് വെച്ചാൽ അലാറം അടിച്ചു, ഐ വാണ്ട് ടു വേക്ക് അപ്പ്, ഡു ഇറ്റ്, കൗണ്ട് 5 up to 5 up to 1 and do it, action. നമ്മൾ എന്താണോ തീരുമാനിച്ചത് വിത്തിൻ 5 seconds ഡു ഇറ്റ്. അതാണ് ഇതിന് ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞാൽ, മടി മാറ്റാന് ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. അപ്പൊ ടോപ്പ് വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ആ തിങ്കിങ് ലെവൽ, അല്ലെങ്കിൽ നമ്മൾ ആ ചിന്ത രീതി മാറുന്നതിന് വേണ്ടി ചെയ്യാം. നമുക്കിപ്പോ ഒരു പുസ്തകം എഴുതാനുണ്ട്, അല്ലെങ്കിൽ അത് വായിക്കണം തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അപ്പോ സ്പോർട്ടിൽ അത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ റൈറ്റ്. ഇനി വേറൊരു കാര്യം കൂടി നമുക്ക് പറയാം. 100 മീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ നടക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കും, ദൈവമേ ഇനി 100 കിലോമീറ്റർ നടക്കണം. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വലിയൊരു കട്ടിയുള്ള പുസ്തകം ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മളെ റിച്ച് ഡാഡ് പുവർ ഡാഡ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര ട്രെയിനേഴ്സ് ആവാനും പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് നിൽക്കുകയാണ്. ഈ പുസ്തകങ്ങൾ കണ്ടതിന് ഇത്ര കട്ടിയുണ്ട്, ഇത് എന്ന് വായിച്ച് തീരാനാ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഡു ഇറ്റ്, സ്റ്റാർട്ട് ഇറ്റ്. ഒരു പേജ് ആണെങ്കിൽ ഒരു പേജ് വായിച്ചു തുടങ്ങും, അതിന് പാട്ടാക്കി ഒരു ദിവസം 2 പേജ് വായിക്കുക, അല്ലെങ്കിൽ 3 പേജ് വായിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒന്നും വായിക്കാത്ത ഒരാളും 2 പേജ് വായിക്കുന്ന ഒരാളും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ, ഡിഫറൻസ് അല്ലേ? റൈറ്റ് റൈറ്റ്, യെസ് ഓർ നോ? ഒന്നും വായിക്കാത്തവനും 2 പേജ് വായിക്കുന്നവനും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ് ഇറ്റ്, പ്ലീസ് ടൈപ്പ് ഇറ്റ്. ഇങ്ങനെ ഈ തണുപ്പത്തിങ്ങനെ എല്ലാവരും ഇങ്ങനെ മടിയൊക്കെ വെച്ച് ഉറക്കം വരുന്നുണ്ടോ? ഞാൻ അത്ര ബോറടിപ്പിക്കുന്നുണ്ട് എല്ലാവരെയും? എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ഉറങ്ങാൻ തോന്നുന്നുണ്ടോ? ഓക്കെ റൈറ്റ്, എനിവേ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാം, അത് അപ്പൊ 5 seconds റൂൾസ്. അപ്പൊ സ്പോർട്ടിൽ നമ്മൾ ചെയ്യാം, നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് അപ്പൊ ചെയ്യാം. ഇനി ഒരുപാട് വലിയ ഫയലാണ് നമുക്ക് നോക്കാനുള്ളത്, എന്ത് ചെയ്യാം, അത് ഡിവൈഡ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, 1 page 1 by 1 1 by 1. ഡു ഇറ്റ്. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക. ആ വലിയ കാര്യം നമ്മൾ ആ 50 കിലോയുടെ അരിച്ചാക്ക് നമ്മൾ മുകളിൽ എത്തിച്ച പോലെ ചെറിയ ചെറിയ കൊട്ടകളിലാക്കിയിട്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മളത് ചെയ്യാം. ഓക്കെ റൈറ്റ്, റൈറ്റ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ സൗണ്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ? യെസ് യെസ് യെസ്. ഓക്കെ റൈറ്റ് റൈറ്റ്. ഓക്കെ ക്ലിയർ, താങ്ക് യു. അപ്പം പിന്നെ അടുത്തത് എന്ത് ചെയ്യാം, സെൽഫ് ടോക്ക്. ഇതൊരു സംഭവമാണ് മക്കളെ, ഇതൊരു സംഭവമാണ്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ഇത് ഞാൻ പറയുന്ന കാര്യം എന്ത് ചെയ്യാം, സ്വയം ഒന്ന് പറയാം. ഓക്കെ, ഞാനത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് തോന്നുന്നു. സ്ക്രീനിൽ ഞാൻ മൊത്തം എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് റീഡ് ഇറ്റ്. ഐ ആം എനർജറ്റിക്, ഐ ആം പവർഫുൾ, ഐ ആം ആക്റ്റീവ്. ഇതെന്ത് ചെയ്യാം, നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതെങ്ങനെ പറയണം, മടി വരുന്നുണ്ടെങ്കിൽ, രാവിലെ നമുക്ക് മടി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മടി വരുന്നുണ്ടെന്ന് കരുതുക. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഐ ആം എനർജറ്റിക്. ഓക്കെ, how to say I'm energetic and I'm powerful, I'm powerful, I'm powerful. Okay, right, I'm active, I'm full-time active. Okay, can you talk with me? Okay, please. എഴുതുന്ന ആളുകളൊന്നും എഴുതാതിരിക്കുക, ഒന്ന് എന്റെ മുഖത്തേക്ക് നോക്കുക. Okay, do it. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, please. I'm energetic, I'm energetic. Say it. I'm energetic with your energy. I'm energetic. Okay, I'm powerful, I am powerful, and I'm active, I am full-time active, I'm active. It's the technique. അപ്പൊ എന്ത് ചെയ്യാ, സെൽഫ് ടോക്ക് കൊടുക്കുക. എവിടെ മടി വരണോ അപ്പൊ പറയാ, രജിത് യു ആർ ഗുഡ്,
You're good. You are energetic, man. You are energetic. You're powerful, man. You're powerful. And you're active always. You are active. അപ്പൊ എന്ത് ചെയ്യാ, ഇതിങ്ങനെ ഇടക്കിടക്ക് കൊടുത്തോണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ ഫുൾ ടൈം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ മൈൻഡ് അറിയാണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന പറയാം. അപ്പൊ എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ സംഗതി, ഈ സെൽഫ് ടോക്ക് എന്ത് ചെയ്യാ, നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ തന്നെ നിങ്ങളെ മടി പകുതി പോകും അല്ലെ. ഇപ്പൊ തന്നെ പോയോ, മടി പോയോ? അപ്പൊ എനിക്ക് 2-3 കാര്യങ്ങളാണ് പിന്നെ വേണ്ടത്. അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ ഇന്നു മുതൽ ഇപ്പൊ മുതൽ മടി ഒഴിവാക്കാം, ഈ 5 സെക്കൻഡ്സ് റൂള് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആരൊക്കെയാണ് റെഡി എന്നുള്ളത് ഒന്ന് എനിക്ക് എന്നോട് പറയണ്ട, സ്വന്തം പറഞ്ഞാൽ മതി. ഞാനിപ്പോ ഇത്രയും നേരം നിങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞത്. അപ്പം ആരൊക്കെ ഈ 5 സെക്കൻഡ്സ് റൂള്, സെൽഫ് ടോക്ക്, ഇത് രണ്ടും ഇംപ്ലിമെന്റ് ചെയ്യും എന്നും, ഇതുവരെ നിങ്ങൾ എടുത്ത ഒരു തീരുമാനം, ഇതുവരെ നിങ്ങളെ ലേസിയാക്കി, നിങ്ങളുടെ ലേസിനെസ് കൊണ്ട് മാത്രം മാറ്റപ്പെട്ട, പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ട ഒരു കാര്യം ചെയ്യും എന്നും, ടുഡേ, നൗ, ആഫ്റ്റർ ദിസ് ക്ലാസ്, ഓർ നൗ, ഇപ്പോ, ഇന്നു മുതൽ, വിത്തിൻ 5 സെക്കൻഡ്സ്, വിത്തിൻ 10 സെക്കൻഡ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഡിസിഷൻ എടുക്കാൻ പവറുള്ള, ആണത്തുമുള്ള, ചങ്കുറ്റുമുള്ള ആരൊക്കെ ഈ ഗ്രൂപ്പിലുണ്ടെന്ന് ഐ വാണ്ട് ടു നോ ആൻഡ് ഐ വാണ്ട് ടു ഗെറ്റ് ദ റിസൾട്ട്. ഇതിന്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ്സ് നോട്ട് ഫോർ മീ, ഇറ്റ്സ് ഫോർ യു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. 5 സെക്കൻഡ്സ് റൂൾ ആൻഡ് സെൽഫ് ടോക്ക്. ഡു ഇറ്റ്. നിങ്ങൾ ചെയ്യേ. നിങ്ങൾ എന്താണോ തീരുമാനിച്ചത്, ഡു ഇറ്റ്. ചിന്തിച്ച് നിൽക്കല്ലേ, നിങ്ങൾ ചിന്തിച്ച് നിൽക്കല്ലേ. നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങൾ പോകാനും ഒരുപാട് ദൂരങ്ങൾ താണ്ടാനുണ്ട്. ഡു ഇറ്റ് മാൻ, ഡു ഇറ്റ് നൗ 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 വിത്തിൻ 5 സെക്കൻഡ്സ്. എന്ത് തീരുമാനമാണോ നിങ്ങൾ എടുക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യും. ഡു ഇറ്റ്. നിങ്ങൾ രാവിലെ എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചോ, ഡു ഇറ്റ്. നിങ്ങൾക്ക് മുഴുവൻ ചെയ്യാൻ പറ്റുന്നല്ലേ, നിങ്ങൾക്ക് 2 മിനിറ്റ് ആണോ ചെയ്യാൻ പറ്റുന്നത്, ഡു ഇറ്റ്. 2 സെക്കൻഡ് നിങ്ങൾ ചെയ്യത്. നിങ്ങൾക്ക് വായിക്കണം, നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പറ്റുന്നില്ലേ, ഡു ഇറ്റ് 1 പേജ്, റീഡ് ഇറ്റ് 1 പേജ്. ഒരു പേജ് പുസ്തകത്തിന് മറിച്ചിട്ട് വായിക്കും നിങ്ങൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ 0 ഉള്ള ആളിനേക്കാൾ എത്രയോ മുകളിലാണ് ആ 1 പേജ് വായിച്ച ആള്, അല്ലെങ്കിൽ ആ 2 മിനിറ്റ് എക്സസൈസ് ചെയ്ത ആള്. അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഉള്ളില്, നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യാ, ഉള്ളിന്ന് വരട്ടെ. അങ്ങനെ നമ്മളിങ്ങനെ പറയാറുണ്ട്, നമ്മൾ ആക്ഷനൊക്കെ പറയുമ്പോൾ, സിനിമയൊക്കെ കട്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ പറയും ഉള്ളിന്ന് വരട്ടോ, ഡയലോഗ് ഉള്ളിന്ന് വരട്ടെ. ആ ഉള്ളിന്ന് വരട്ടെ എന്താ, ഉള്ളിൽ എന്താണുള്ളത് അതേ വരുള്ളൂ, അതിന്റെ അപ്പുറം ഒന്നും വരാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യാ, നമ്മള് പിന്നെ ഏത് സമയത്തും ആക്റ്റീവ് ആയിരിക്കുക. ഈ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ആൻഡ് ഈ മടിയന്മാരും മടിച്ചുകളൊക്കെ മാറി നല്ല സുന്ദരന്മാരെ സുന്ദരികളുമായി, നല്ല ആക്റ്റീവായി, പവർഫുള്ളായി, എനർജറ്റിക് ആയി, അടിപൊളിയായിട്ട് നാളെ മുതൽ വീഡിയോ നമ്മുടെ ഈ ഡിമാജിക് ഫ്ലോറിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിന്, ഈ മടിയില്ലാത്ത ഒരു സമൂഹം, ഒരാൾ എങ്ങനെയാണെന്ന് എന്ത് ചെയ്യാം, പ്രാക്ടിക്കലായിട്ട് കാണിച്ചു. ഓക്കെ, ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് എന്ത് ചെയ്യുക, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അത് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കുക, അത് നമ്മുടെ പിന്നെ ഓൾ ഓവർ നമ്മുടെ സൊസൈറ്റിയിലേക്ക് കൊടുക്കുക. അപ്പം ഞാനൊരു നല്ല ദിവസം നേരുന്നു, നല്ല ഒരു വർഷം നേരുന്നു, നല്ല ഒരു ജീവിതം നേരുന്നു. ഐ ആം signing off. It's me, Rajit. Thank you very much. Signing off.